സർ, ഹോർമൂസിൽ അമേരിക്കയെ സഹായിച്ചില്ലെങ്കിൽ നാറ്റോയുടെ ഭാവി മോശമായിരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാകാതെ പോകുന്നത് ഇതൊരു ഭീഷണിയാണോ അതോ അമേരിക്കൻ പ്രസിഡന്റ് കരച്ചിലാണോ എന്നുള്ളതാണ്. ഇപ്പോഴത്തെ നിലയ്ക്ക് അത് ഭീഷണിയല്ല, ഒരു കരച്ചിൽ തന്നെയാണെന്നാ തോന്നുന്നത്. പിന്നെ ട്രംപിന് ഒരു നേരത്ത് ഭീഷണിപ്പെടുത്തുന്നത് അടുത്ത നേരത്ത് കരയും, അടുത്ത നേരത്ത് വേറെന്ന് പറയും, പിന്നെ ഇതിന് ഘടകവിരുദ്ധമായിട്ട് പറയും. അദ്ദേഹം ഒരു മാനസികാരോഗ്യം നഷ്ടപ്പെട്ടവനെ പോലെയാണ് ഇപ്പോൾ പെരുമാറുന്നത്. രാവിലെ ഒരു വർത്തമാനം, വൈകിട്ട് ഒരു വർത്തമാനം. അതായത് ചൈന നമ്മളെക്കാളും വളരുന്നു എന്നൊക്കെ പറയണം, എന്നിട്ട് പറയണം ഇപ്പോൾ ഹോർമൂസിൽ ചൈന നമ്മളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങണമെന്ന് പറയുന്നു. നാറ്റോയോട് സഹായം ആവശ്യപ്പെടുന്നു. ചൈനയോട്, ഇന്ത്യയോട് പിന്നെ ആവശ്യപ്പെട്ട് കാര്യമില്ല. ഇന്ത്യ അവിടെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ത്യയുടെ ഷിപ്പുകളെ അത് കടത്തിവിടുന്നുണ്ട്. ചൈനയോട് ചൈനയിലേക്കുള്ള പോക്ക്, അതായത് മീറ്റിങ്ങിനായിട്ട് പോകുന്നുണ്ടായിരുന്നു, ആ മീറ്റിങ്ങിലേക്കുള്ള പോക്ക് മാറ്റിവെക്കും ഇതിലൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ എന്നുള്ള രീതിയിലുള്ള ടോക്കുകളും വരുന്നുണ്ട്. മിക്കവാറും ട്രംപിന് ആ മീറ്റിംഗ് മാറ്റിവെക്കേണ്ടി വരും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ചൈന ചിലപ്പോൾ കയറി ഇടപെടും. തായ്വാന്റെ ചുറ്റും ചൈനീസ് യുദ്ധക്കപ്പലുകൾ നിറഞ്ഞു കഴിഞ്ഞു. അതായത് വേണ്ടി വന്നാൽ തായ്വാനെ ഇൻവേഡ് ചെയ്യാൻ ചൈന തയ്യാറെടുക്കുന്നതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അമേരിക്ക സൈനികമായിട്ട് സഹായിക്കുന്ന തൈവാനെ ഇപ്പോൾ ചൈന പിടിച്ചെടുത്താൽ അമേരിക്കയ്ക്ക് വളരെ ക്ഷീണമാണ്. അപ്പോൾ അമേരിക്കയുടെ പോളിസിക്ക് എതിരായതുകൊണ്ട് തന്നെ ചൈനയായിട്ട് കൂടുതൽ ശത്രു പ്രഖ്യാപിച്ച് ചൈനയിലേക്കുള്ള യാത്ര ഒരുപക്ഷെ ട്രംപിന് കട്ട് ചെയ്യേണ്ടി വന്നേക്കാം. അതില്ല, US ചൈന വ്യാപാരക്കാരനാണ് ട്രംപ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടായാലും ശരി ട്രംപ് അവിടെ പോകാൻ സാധ്യതയുണ്ട്. എന്തു വന്നാലും ഇറാൻ യുദ്ധം നടക്കുന്ന സമയത്ത് ട്രംപ് ചൈന വിസിറ്റ് ചെയ്യാനുള്ള യാതൊരു സാധ്യതയും ഇപ്പോൾ കാണുന്നില്ല. കാരണം യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറൊരു കാര്യം, ലോകത്തിനെല്ലാം ട്രംപിനും അമേരിക്കൻ സൈന്യത്തിനും എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ യുദ്ധത്തിൽ പരോക്ഷമായിട്ട് ചൈനയുണ്ട്. ചൈനയുടെ ആയുധങ്ങൾ അവിടെ ഉണ്ട്. ചൈനയുടെ ചാരസംഘടനകളുടെ ഹെൽപ്പ് അവിടെ ഉണ്ട്. റഷ്യയുണ്ട്, റഷ്യയെ സഹായിക്കുന്നുണ്ട്. രണ്ടു വിധത്തിലും ആയുധമുണ്ട്, ചാരന്മാരും ഉണ്ട്. ഇന്റലിജൻസ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് 3-4 വഴികളിൽ ഇറാന് കിട്ടുന്നുണ്ട്. ഒന്ന്, മധ്യപൂർവ്വ ദേശത്തുള്ള ഇറാൻകാർ തന്നെ, പല രാജ്യങ്ങളിലും ഷിയാക്കളുണ്ട്, ഇറാൻകാരുണ്ട്, ഹൂതിമുകളുണ്ട്, ഇങ്ങനെ പല ആൾക്കാരുണ്ട്. ഇവരിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. 2, ചൈനക്കാര്. ഒരുപക്ഷെ ഇന്ത്യ ഒഴിച്ച് ലോകത്തെ മിക്ക അത്യാവശ്യം സാമ്പത്തികമായിട്ട് മുന്നേറിയ രാജ്യങ്ങളിൽ മുഴുവൻ തന്നെ ധാരാളം ചൈനക്കാർ ജോലി എടുക്കുന്നുണ്ട്. ഗൾഫിൽ അതിന് പഞ്ഞൊന്നുമില്ല. അവിടുത്തെ എല്ലാ രാജ്യങ്ങളിലും ധാരാളം ചൈനക്കാരുണ്ട്. ഇവരിൽ ആരൊക്കെ ചാരന്മാരുണ്ടാവും ഇല്ല എന്നിപ്പോൾ പറയാൻ പറ്റൂല. അപ്പൊ ആ നിലയ്ക്ക് അവിടുന്നും ഇന്റൽ കിട്ടുന്നുണ്ടാവും. 3ാമത് റഷ്യൻസ് ആണ്. റഷ്യൻസ് സത്യം പറഞ്ഞാൽ പലപ്പോഴും റഷ്യൻ പെൺകുട്ടികൾ അത്യാവശ്യം നല്ല പേരല്ലാത്ത പല കാര്യങ്ങൾക്കും ഗൾഫിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവർ ചാരപ്രവർത്തനത്തിന് വേണ്ടി ആ രീതി ഇറങ്ങിയിരിക്കുന്നതാണോ എന്ന് വേണം സംശയിക്കാനായിട്ട്. അപ്പം ഏതൊക്കെയോ വഴിക്ക് അവിടെ കൃത്യമായിട്ട് ഇന്റലിജൻസ് ഇൻഫർമേഷൻ ഇറാന് കൊടുക്കാൻ ചൈനയ്ക്ക് റഷ്യയ്ക്ക് പറ്റുന്നുണ്ട്. അവർക്ക് നേരിട്ട് കിട്ടുന്നുണ്ട്. അതൊക്കെ കൊണ്ട് ചൈനയെ അവർ സംശയിക്കും. ചൈന ചാരപ്രവർത്തനം നടത്തുന്നുണ്ടാവും. ചൈനീസ് സാറ്റലൈറ്റുകൾ വിവരം കളക്ട് കൊടുക്കുന്നുണ്ടാവും. മാത്രമല്ല ചൈനയുള്ള ഒരു സ്റ്റാർട്ടപ്പാണ് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളുടെയും കപ്പലുകളുടെയൊക്കെ കൃത്യമായ പൊസിഷൻ എന്ന് നിർണ്ണയിച്ച് ഇറാന് കൈമാറുന്നത്. ഇത് ടെക്നോളജി പുതിയ രീതി വളർന്നു കഴിഞ്ഞു. ലോകത്ത് നമ്മൾ വിചാരിക്കാത്ത പല രാജ്യങ്ങൾക്കും പല ടെക്നോളജി ആയി കഴിഞ്ഞു. യുദ്ധങ്ങൾ പഴയ കാലത്തെ അല്ല. ഈ ഒരു ഘട്ടത്തിലാണ് ട്രംപ് നാറ്റോയോട് സഹായിക്കാൻ പറയുന്നത്. അപ്പൊ നാറ്റോയും പഴയ നാറ്റോ അല്ല. കാരണം എന്താ, നാറ്റോയെ ട്രംപ് ഓൾറെഡി വെറുപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ മറന്നിട്ടില്ലാത്തൊരു സംഭവം തൊട്ട് പിന്നിൽ കിടപ്പുണ്ട്. ഡെൻമാർക്കിന്റെ ഉടമസ്ഥയുള്ള ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന സ്ഥലം അമേരിക്കയ്ക്ക് വേണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. അവിടെ പിടിച്ചെടുക്കുന്നു പറഞ്ഞു. അതിൽ നാറ്റോ, യൂറോപ്യൻ യൂണിയൻ കംപ്ലീറ്റ് ഇവർക്കെതിരായി, ട്രംപിനെതിരായി. നാറ്റോ തന്നെ പിളർന്നു പോണ ഘട്ടമാണെന്ന് മാത്രമല്ല നാറ്റോയിലെ അംഗരാജ്യങ്ങൾ പരസ്പരം യുദ്ധം ചെയ്തേക്കും എന്നുള്ള നിലവരെ വരുന്നു. അപ്പം ട്രംപ് ഒരു സൈനികനെയെങ്കിലും ഗ്രീൻലാൻഡിലേക്ക് ഇറക്കിയാൽ, ഒരു വെടിയുണ്ടെങ്കിലും അവിടെ നിൽക്കുന്ന പട്ടാളക്കാരെ നേരെ പായിച്ചാൽ അത് ലോകയുദ്ധത്തിലേക്ക് പോകുമെന്നാണ് അന്ന് യൂറോപ്യൻ യൂണിയൻ അതിലെ അംഗരാഷ്ട്രങ്ങൾ ട്രംപിനോട് മറുപടി കൊടുത്തത്. ട്രംപിന് കാര്യം മനസ്സിലായി, സംഭവം കൈവിട്ടുപോയി. ട്രംപിൽ വിശ്വാസം നശിച്ച യൂറോപ്യൻ യൂണിയൻ എന്ത് ചെയ്തു? ഇമ്മീഡിയറ്റ്ലി ഇന്ത്യയായിട്ട് വ്യാപാര കരാർ ഒപ്പുവെച്ചു. നമ്മൾ മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് വിളിച്ച ആ പ്രശസ്തമായ വ്യാപാര കരാർ. അതുണ്ടായ സാഹചര്യം എന്താ? 18 വർഷമായിട്ട് അത് എങ്ങും മുന്നോട്ട് പോകാണ്ട് ചർച്ചയായിട്ട് നടക്കുകയായിരുന്നു. ട്രംപ് വന്ന് എല്ലാവർക്കും ഒരു താരിഫ് അടിച്ചു. ഉക്രൈൻ യുദ്ധം നടത്താൻ വേണ്ടി റഷ്യക്ക് അനുകൂലമായ പോയിന്റുകൾ പറഞ്ഞു. അത് യൂറോപ്യൻ യൂണിയൻ അംഗീകരിച്ചില്ല. അതോടുകൂടി ഡെൻമാർക്കിന്റെ കയ്യിലുള്ള ഗ്രീൻലാൻഡിന്റെ മുകളിൽ അവകാശവാദം ഉന്നയിച്ചു. അതോടെ യൂറോപ്യൻ യൂണിയൻ പൂർണ്ണമായിട്ട് അടഞ്ഞു, വ്യാപാര കരാർ ഒപ്പുവെച്ചു. അങ്ങനെ പൂർണ്ണമായിട്ട് അമേരിക്ക ഒറ്റപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ട്രംപിന് തോന്നിയത് എന്നാൽ പിന്നെ ഇന്ത്യയായിട്ടും കൂടെ കരാർ ഒപ്പുവെച്ചേക്കാം.
വേഗം തന്നെ ഇന്ത്യയായിട്ട് താരിഫുകൾ കുറയ്ക്കുന്നു എന്നുള്ള പ്രഖ്യാപനമൊക്കെ വന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും യൂറോപ്യൻ യൂണിയനും ട്രംപും തമ്മിൽ തെറ്റിക്കഴിഞ്ഞു. ട്രംപ് യു എസ് പ്രസിഡന്റ് ആയിരിക്കുന്നിടത്തോളം കാലം അവർ സഹായിക്കും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതായത് ഇനി ഒരിക്കലും ആ ഒരു സഖ്യം ഉണ്ടാവില്ല. അങ്ങനെ അർത്ഥമില്ല. ട്രംപ് മാറി വേറൊരാൾ വന്നാൽ ഒരുപക്ഷെ സഖ്യം ഉണ്ടാവാം. പക്ഷെ ട്രംപ് മാറി വരാൻ പോകുന്ന ആരെന്നൊരു ചോദ്യമുണ്ട്. ട്രംപ് റിപ്പബ്ലിക്കൻകാരനാണ്. ട്രംപിന്റെ ഭരണം കൊണ്ട് റിപ്പബ്ലിക്കൻസിനെ മൊത്തം ഇപ്പൊ അമേരിക്കക്കാർ വെറുത്ത് വെച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടൊരു ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിയായിരിക്കും വരിക. ഡെമോക്രാറ്റിന്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ആദ്യത്തെ പരിഗണന വരുന്നത് ന്യൂയോർക്കിന്റെ മേയറായിട്ടുള്ള സഹ്റാൻ മംദാനിക്കായിരിക്കും. അങ്ങനെയെങ്കിൽ മംദാനി US പ്രസിഡന്റ് ആവാൻ സാധ്യത കൂടുതലാണ്. ഇന്ത്യൻ വംശജനാണ്, മുസ്ലിമാണ്. അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നയങ്ങളെയോ ട്രംപിന്റെ നയങ്ങളോ അനുകൂലിക്കുന്ന ആളല്ല. ഇറാൻ യുദ്ധത്തിനെതിരാണ്. അങ്ങനെ ഒരാൾ വന്നാൽ പോലും നാറ്റോ അംഗരാഷ്ട്രങ്ങൾ ഒരിക്കലും അമേരിക്കയോടൊപ്പം നിൽക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അയാളെ അവരെ വിറ്റി നിർത്തുള്ളൂ. കാരണം യൂറോപ്പിന്റെ വംശീയത എന്നൊരു സാധനം ഈ നാറ്റോയുടെ ഫോർമേഷനിലുണ്ട്. അത് വെള്ളക്കാരുടെ വംശീയതയാണ്. അപ്പം അതിന് പറ്റാത്ത ഒരാൾ US പ്രസിഡന്റ് ആയിട്ട് വന്നാൽ അവർ കൂടെ കൂട്ടാൻ സാധ്യതയില്ല. പക്ഷെ ട്രംപിന്റെ മണ്ടത്തരം കാരണം മംദാനി US പ്രസിഡന്റ് ആകേണ്ട സാധ്യത നമുക്ക് മുന്നിലുണ്ട്. അത് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നമുക്ക് ട്രംപിന് ശേഷം എന്തെന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ട്രംപ് ഇരിക്കുമ്പോൾ തന്നെ ട്രംപ് നാറ്റോ അംഗരാഷ്ട്രങ്ങളുടെ സഹായം ആവശ്യപ്പെട്ടു. നിങ്ങൾ കപ്പലുകളെ അയക്കുക, നിങ്ങളുടെ എയർ സ്പേസ് ഞങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വിട്ടുതരിക. അവർ പറഞ്ഞു പറ്റില്ല. സ്പെയിൻ സമ്മതിക്കുന്നില്ല, നോർവേ സമ്മതിക്കുന്നില്ല, ഇറ്റലി സമ്മതിക്കുന്നില്ല, ഫ്രാൻസ് സമ്മതിക്കുന്നില്ല, ജർമ്മനി സമ്മതിക്കുന്നില്ല. പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളെല്ലാം തന്നെ എതിർക്കുകയാണ്. അവരുടെ എയർ സ്പേസ് ഉപയോഗിക്കാൻ പറ്റില്ല, അവരവരുടെ കപ്പലുകൾ വിട്ടുകൊടുക്കില്ല. മാത്രമല്ല ഡയറക്റ്റ് യുദ്ധത്തിൽ നിന്ന് ഒരു കാര്യത്തിലും ഞങ്ങളില്ല എന്ന് UK പറഞ്ഞു കഴിഞ്ഞു. പണ്ടൊക്കെ സദ്ദാം ഹുസൈന്റെ കാലത്ത് ഗൾഫ് യുദ്ധം നടക്കുമ്പോൾ അമേരിക്കയും UKയും കൂടിയാണ് അന്ന് ഇറാഖിനെ ആക്രമിക്കുന്നത്. അമേരിക്ക എന്തുണ്ടെങ്കിലും ഒപ്പം തന്നെ അനുസരണയുള്ള കുട്ടിയെ പോലെ UK ഒപ്പം ഉണ്ടാകുമായിരുന്നു. ആ UK മാറി വയ്ക്കുകയാണ്. കാനഡ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ട്രംപുമായിട്ട് യാതൊരു പരിപാടിക്കും ഞങ്ങളില്ല എന്ന്. ഇവരെല്ലാം അമേരിക്കയിൽ നിന്ന് അകന്നു കഴിഞ്ഞു. അത് ട്രംപ് എന്നൊരു പ്രസിഡന്റ് കാരണമാണ് അകന്നിട്ടുള്ളത്. അടുത്ത് വന്ന പ്രസിഡന്റ് അവർക്ക് ഫേവറബിൾ അല്ലെങ്കിൽ അവർക്ക് ഫ്രണ്ട്ലി അല്ലെങ്കിൽ അവരവന്ന് എന്ന് നിൽക്കും. ഇത്തരം ഒരു കൃത്യമായ ഒരു വിഭജനം ഇല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ഐക്യവും അഖണ്ഡതയും തകർന്ന സ്ഥിതി ഇപ്പൊ നാറ്റോ അംഗരാജ്യങ്ങൾക്കിടയിൽ ഉണ്ട്. അവരുടെ ഇന്റഗ്രിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇന്റഗ്രിറ്റി നഷ്ടപ്പെട്ടൊരു സമൂഹം അവരെ കൂട്ടി തിരിച്ചു കൊണ്ടുവന്ന് യുദ്ധത്തിൽ എത്തിക്കാൻ വലിയ പാടാണ്. അവിടെയാണ് ഇറാൻ മറ്റൊരു കാര്യം ഭയക്കുന്നതിന്റെ ആശങ്കപ്പെടുന്നത്. പണ്ട് ഇതുണ്ടല്ലോ ന്യൂയോർക്കിലെ 9/11 സംഭവം ഓർമ്മയുണ്ടല്ലോ. വേൾഡ് ട്രേഡ് സെന്റർ കളഞ്ഞ പോലെ, അത് വിമാനം ഇടിച്ച് കളഞ്ഞ പോലെ സമാനമായൊരു ആക്രമണം ഉണ്ടാകാം എന്നൊരു അഭ്യൂഹം ഇറാൻ പറയുന്നുണ്ട്. അന്നത്തെ പോലെ ഒന്ന് ഇവർ സൃഷ്ടിച്ചേക്കാം എന്ന് പറയുന്നുണ്ട്. ഇതിന് സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്തെ ഭയപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു പൊതുശത്രു ഉണ്ട്, നമുക്ക് അയാളെ അറ്റാക്ക് ചെയ്യണം എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇറാൻ പ്രഖ്യാപനം നടത്തിയത് ഇങ്ങനൊന്ന് വന്നേക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ആക്രമണം ഉണ്ടാവുക അമേരിക്കയിലാണോ അതോ യൂറോപ്പിലാണോ അത് നമുക്കറിയില്ല. പക്ഷേ ഇറാനിയൻ അനുഭാവികൾ അല്ലെങ്കിൽ ഷിയാക്കൾ എന്നറിയ ഇന്ന് സ്വയം അവകാശപ്പെടുന്ന ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇറാന്റെ തന്നെ ഏതെങ്കിലും വിഘടിത ഗ്രൂപ്പിൽപ്പെട്ട ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ ആക്രമണം എവിടെയെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെയൊക്കെയുള്ള ബുദ്ധികളിൽ കൂടിയാണ് ഇസ്രായേലും അമേരിക്കയൊക്കെ പണ്ടും കടന്നു പോയിരിക്കുന്നത്. ഇത്തരം ഒരു സംഭവം വന്നാൽ പോലും നാറ്റോ ഒപ്പം നിൽക്കുമോ ഇതൊരു ചോദ്യമാണ്. കാരണം പണ്ടത്തെ പോലല്ല. ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ട്, ഡിസ്കഷൻസ് ഉണ്ട്, എല്ലാ വിവരങ്ങളും എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, എല്ലാവർക്കും ഇന്റർവ്യൂ കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ പെട്ടെന്ന് ഈ സമയത്ത് അങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായാൽ അതിന്റെ ലോജിക്ക് ഇത് യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് എതിരായിട്ട് ചെയ്തതാണോ അതോ അമേരിക്ക തന്നെ സ്റ്റേജ് ചെയ്ത ഒരു കപടമായ ഒരു പദ്ധതിയാണോ എന്നുള്ളത് ഈ ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ വിലയിരുത്തും. ഇപ്പോഴത്തെ നാറ്റോയുടെ അകലം എന്നുള്ളത് പരിഗണിക്കുമ്പോൾ ട്രംപിന്റെ ഭാഗത്തുനിന്ന് പല ട്രിക്കും ഉണ്ടാകും എന്നവർ സംശയിക്കുന്നു. ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ട് നാറ്റോ ട്രംപിനെ ഒപ്പം നിർത്തുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ പല കാരണങ്ങളും പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ വളരെ മോശമായ വേറൊരു കാരണമുണ്ട്. ഫയലിന്റെ പേരുണ്ടെന്നുള്ളതാണ്. അത് വളരെ മോശമാണ്. കാരണം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച ഒരു നാണം കെട്ടൊരു കേസാണത്. ഒരു അമേരിക്കൻ പ്രസിഡന്റാണ് ഇപ്പോഴും കിടക്കുന്നത്. അപ്പൊ ആ കേസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഡീപ് സ്റ്റേറ്റ് അദ്ദേഹത്തെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് യുദ്ധത്തിൽ എത്തിക്കുകയായിരുന്നു എന്നുള്ള വിശ്വാസം ലോകരാജ്യത്തിലെ വളരെ പ്രബലമാണ്. അങ്ങനെ വരുമ്പോൾ ഇതൊരു വല്ലാത്ത സ്ഥിതിയാണ്. അത്തരം സ്ഥിതിയിൽ അവരെ സംബന്ധിച്ച് എന്താ പറയുക, ട്രംപിനെ പോലെ ഒപ്പം നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ട്രംപ് അനഭിമതനാണ്, വെറുക്കപ്പെട്ടവനാണ്. ഈ സ്ഥിതി പെട്ടെന്ന് മാറാൻ സാധ്യതയില്ല. അതുകൊണ്ട് എന്തെങ്കിലും അഭ്യാസം കാണിച്ചോ ഗിമ്മിക്ക് കാണിച്ചോ ഒന്നും തന്നെ ഇറാനെതിരായിട്ട് നാറ്റോ അംഗരാഷ്ട്രങ്ങളെ അണിനിരത്തുക എന്നുള്ളത് പറ്റും എന്ന് തോന്നുന്നില്ല. ഇതാണിപ്പോ പറയാനുള്ളത്. അതുകൊണ്ട് അമേരിക്കയുടെ ആ സ്വപ്നമായിട്ട് അവശേഷിക്കാനാണ് സാധ്യത. ഈ ഒരു പേരിൽ പോലും ഈ ഒരു നാറ്റോ സഖ്യത്തെ ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് കഴിയില്ല എന്നുള്ളത്. അതെ, അങ്ങനെ തന്നെ വേണം വിശ്വസിക്കാൻ. അത്ര എളുപ്പമല്ല.
വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയെങ്കിൽ അടുത്ത നീക്കം എന്തായിരിക്കാം സർ? അതിപ്പോഴും പ്രവചിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് ഇസ്രായേലിന് ഇപ്പോഴും ആയുധങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടെ യുദ്ധം ചെയ്യാൻ ശ്രമിക്കും. അവരെങ്ങനെയെങ്കിലും ഒക്കെ മറ്റെന്തെങ്കിലും അഭ്യാസം കാണിച്ച് യുദ്ധം നീട്ടാനും ശ്രമിക്കും. കാരണം ചില സമയത്ത് യുദ്ധം അവസാനിപ്പിക്കുന്നത് നല്ലതാണെങ്കിൽ ചില സമയത്ത് യുദ്ധം നീണ്ടു നിൽക്കുന്നതാണ് നല്ലത്. അമേരിക്കയുടെ ഉദ്ദേശം അമേരിക്കയിൽ നിന്നുള്ള എണ്ണ ലോകത്തിന് കച്ചവടം ചെയ്യാന്നുള്ളതാണെങ്കിൽ യുദ്ധം നീണ്ടു വയ്ക്കാൻ അവർ ആഗ്രഹിക്കും. കാരണം ഗൾഫിൽ എണ്ണ പ്രൊഡക്ഷൻ ഇല്ലാണ്ടാവണം, അതോടുകൂടി ഈ ലോകത്ത് എണ്ണയുടെ ക്ഷാമം വരണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് കൂടിയ വിലയ്ക്ക് ഇപ്പോൾ അമേരിക്കയുടെ പുതിയ റിഫൈനറിയിൽ നിന്ന് എണ്ണ വിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഉണ്ടാവാം. ഉണ്ടെങ്കിൽ യുദ്ധം നീണ്ടു നിൽക്കാം. അതല്ല, ഇത് വളരെ ശക്തമായ തിരിച്ചടിയാണ് ആയുധങ്ങൾ തീർന്നിട്ട് ഇറാന്റെ ഭാഗത്ത് ഉണ്ടാകുന്നതെങ്കിൽ യുദ്ധം നിർത്താൻ അമേരിക്ക നിർബന്ധിതമാവുകയും ചെയ്യും. എന്തായാലും ലോകമെങ്ങും തന്നെ അമേരിക്കയ്ക്കെതിരായിട്ട് വികാരമുണ്ട്. ഇസ്രായേലിൽ തന്നെ ഇസ്രായേൽ നേതൃത്വത്തിനെതിരെയുള്ള പ്രൊട്ടസ്റ്റുകളുണ്ട്. യുദ്ധം നിർത്തണമെന്ന് ആവശ്യമുണ്ട്. ഗൾഫ് മേഖലയിൽ മൊത്തത്തിൽ പ്രൊട്ടസ്റ്റ് ഉണ്ട്. പരസ്യമായിട്ട് ജനങ്ങൾ ഇറങ്ങുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഭരണകൂടങ്ങൾക്ക് എതിർപ്പുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ യുദ്ധത്തിനെതിരെ വികാരം ശക്തമാണ്. ഊർജ്ജ പ്രതിസന്ധിയുണ്ട്, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ്. ഇപ്പൊ തന്നെ ചെങ്കടലിലെ വഴി അടച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും. ലോകത്ത് മൊത്തത്തില് വ്യാപാര പാതകൾ അടയ്ക്കപ്പെടും. അതൊരു പ്രശ്നമാണ്. ഇതെല്ലാം നോക്കുമ്പം യുദ്ധം നിൽക്കേണ്ടതാണ്. അതാണ് പറയേണ്ടത്. ഓക്കെ സർ, താങ്ക് യു.